Dear students, welcome to Riju and PSK online classes. We are discussing the 8th chapter, electromagnetic waves. In the last class, we discussed about the relevance or why we introduced the concept of displacement current. Okay, Maxwell ആംബിയസ് ലോ ഉപയോഗിച്ച് ഒരു കപ്പാസിറ്ററിന് പുറത്തുള്ളൊരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് ഷേപ്പുള്ള സർഫസസ് ഉപയോഗിച്ചു. First one is Amperian loop, second one is an Amperian port with the bottom at the middle of the capacitor. ഉപയോഗിച്ചപ്പോൾ രണ്ടിലും രണ്ട് ആൻസർ കിട്ടി. അപ്പോൾ നമ്മൾ മനസ്സിലായി ആംബിയസ് ലോയിൽ എന്തോ ഒരു കാര്യം പൊരുത്തക്കേടുണ്ട്, ഇൻകൺസിസ്റ്റൻസി ഉണ്ടെന്ന് മനസ്സിലാക്കി. ആൻഡ് മാക്സ്വെൽ ഇറ്റ് സെൽഫ് സജസ്റ്റഡ് ദാറ്റ് ദിസ് ഇൻകൺസിസ്റ്റൻസി ക്യാൻ ബി റിസോൾവ്ഡ് when you add another type of current which that also produces magnetic field. Okay, സാധാരണ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. കണ്ടക്ഷൻ കറണ്ട്, ഫ്ലോ ഓഫ് ചാർജസ് പ്രൊഡ്യൂസസ് ദി മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് പഠിച്ചത്. ഇപ്പോൾ മറ്റൊരു ക്വാണ്ടിറ്റി കൂടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളെ വിളിച്ച പേര് കറണ്ട് പോലെ ഇവിടെ കറണ്ട് എന്ന് വിളിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ്? ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധമുള്ളൊരു വാക്കാണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. അതുകൊണ്ട് ആ കറണ്ടിനെ വിളിച്ച പേര് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. വാട്ട് ഇസ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്താ? Listen, it's a physical quantity that produces magnetic field due to change in electric field. രണ്ട് ഇക്വേഷൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് is equal to epsilon 0 times the rate of change of electric flux or the capacitance times the rate of change of potential. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. നമ്മൾ ആംബിയസ് ലോയെ മോഡിഫൈ ചെയ്തു. That is known as Ampere-Maxwell's law by including the displacement current. Those four equations, Gauss law in electrostatics, Gauss law in magnetism, as well as the Faraday's law in EMI and this one Ampere-Maxwell's law, they are known as four Maxwell's equations, and they are used to analyze the properties and production of electromagnetic waves. Just I am moving to the those four equations once more, and these are the four equations. ഇതിൽ ആ third equation നോക്കണേ. third equationൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചേഞ്ച് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്താണ്. എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ആൻഡ് ലാസ്റ്റ് ഇക്വേഷൻ നോക്കണേ, ഇലക്ട്രിക് ഫ്ലക്സ് ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. Okay, a change in magnetic field produces an electric field. Similarly, an electric field, change in electric field produces a magnetic field. രണ്ടും എന്താണ്? അനലോഗസ് ആണ്. ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസം അനലോഗസാ. നമുക്ക് പരിചയമുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സും മൂവിങ് ചാർജൊക്കെ പഠിച്ചപ്പോൾ ഇക്വേഷൻസ്, ചാർജ്, ഡൈപോൾ മൊമെൻറ്റ് പി, ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് എം, ടോർക്ക്, എല്ലാ ഇക്വേഷൻസും, എനർജി, ഫോഴ്സ്, എല്ലാത്തിനും അനലോഗസ് ആയിട്ട് ഇലക്ട്രിസിറ്റിയിലും മാഗ്നറ്റിസിലും ലോസും ഉണ്ട്, ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, ലിസൺ. എനിവേ, ഐ എം റിപ്പീറ്റിംഗ് ദ സെന്റൻസ് വൺസ് മോർ. എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസസ് എൻ ഇലക്ട്രിക് ഫീൽഡ്. എ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. We are going to discuss the next topic, that is what are the sources of electromagnetic waves. What are the sources of electromagnetic waves? നമുക്കറിയാം, listen, a charge at rest produces only electric field. റെസ്റ്റിലെ ചാർജ് എന്ത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ? ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലേ? ഈ ചാർജിന് മറ്റൊരു ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ അതിന് മേലൊരു ഫോഴ്സ് വരും, F=q എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എനിവേ, എ ചാർജ് അറ്റ് റെസ്റ്റ് പ്രൊഡ്യൂസസ് ഓൺലി ഇലക്ട്രിക് ഫീൽഡ്, വൈൽ എ ചാർജ് in motion, in uniform motion, a uniformly moving charge produces both electric and magnetic field. When this charge is moving through another magnetic field, it produces the magnetic force, Lorentz magnetic force ഒക്കെ അറിയാം. അപ്പോൾ നോക്കൂ, a charge at rest produces an electric field. A uniformly moving charge also produces a magnetic field, but both of them are not changing with respect to time. And our point of interest is an accelerating charge. An accelerating charge or oscillating means, listen, you know, SHM അറിയുന്ന മക്കളാണ്. ഓസിലേഷൻ്റെ സമയത്ത് വെലോസിറ്റി ഇസ് നോട്ട് അറ്റ് ഓൾ കോൺസ്റ്റൻറ്റ്. അറ്റ് എക്സ്ട്രീം പോയിന്റ്സ് വെലോസിറ്റീസ് ആർ സീറോ. അറ്റ് ഇക്വിലിബ്രിയം പോയിന്റ് വെലോസിറ്റി ഇസ് മാക്സിമം. അപ്പോൾ നല്ല വെലോസിറ്റി റിട്ടാർഡ് ചെയ്യുന്നു കണ്ടോ. എന്ത് ചെയ്യും മക്കൾ? ഇതാ ആക്സിലറേറ്റ് ചെയ്യുന്നു കണ്ടോ. ഇവിടെ വരെ എത്തി. ലിസൺ, പിന്നെ റിട്ടാർഡ് ചെയ്യുന്നു, 0 ആയി. വീണ്ടും ആക്സിലറേഷൻ, റിട്ടാർഡേഷൻ കണ്ടോ. വെലോസിറ്റി ഇസ് ചേഞ്ചിങ്. Therefore, best example for an accelerating charge is nothing but an oscillating charge. It produces a varying electric field. It produces a varying electric field. An accelerating or oscillating charge produces a varying time with respect to time. Its electric field is varying electric field. As per the
ആംബിയർ മാക്സ്വെൽസ് ലോ, നമ്മുടെ മാക്സ്വെൽ ഇക്വേഷൻ്റെ 4ാമത്തെ ഇക്വേഷൻ എന്താ? വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസസ് എ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്. എ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് വേരീസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. 3ാമത്തെ ഇക്വേഷൻ ഫാരഡേസ് ലോ അനുസരിച്ച് എന്താ പറയുന്നത്? വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസസ് ആൻഡ് വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ്. സോ ദാറ്റ് ഒരാൾ കാരണം മറ്റാൾ ഉണ്ടാവുന്നു. ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷൻ കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു, മാഗ്നറ്റിക് വേരിയേഷൻ കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നു. പരസ്പരം എന്താ പറയുക, ഒരാളുടെ കാരണം കൊണ്ടും മറ്റാൾ, ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചേഞ്ച് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നു. ഒരാളുടെ കാരണം കൊണ്ടും മറ്റാൾ ഉണ്ടാവുന്നു. ലിസൺ, പരസ്പരം എന്താ ഒരു റിലേഷൻ കീപ്പ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ലിസൺ, ദിസ് വേരിയേഷൻ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നാണ്. ലിസൺ, വെൻ എ ചാർജ് ആക്സിലറേറ്റ് ഓർ ഓസിലേറ്റ്, it produces a varying electric field. This varying electric field in turn produces a varying magnetic field that will produce a varying electric field, and these variations are producing each other. And these variations can propagate through space as electromagnetic waves. Therefore, what are the sources of electromagnetic waves? Nothing but the accelerating charges or oscillating charges are the sources of electromagnetic waves. അപ്പോൾ നമുക്ക് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ സോഴ്സ് ചോദിച്ചാൽ മക്കൾ പറയണം ആക്സലറേറ്റ് ചെയ്യുന്ന ചാർജാണ്, അല്ലെങ്കിൽ എന്താണ് ഓസിലേറ്റ് ചെയ്യുന്ന ചാർജാണെന്ന് പറഞ്ഞേക്കണം. കാരണം അവിടെ എന്താ, ഓസിലേറ്റ് ചെയ്യുന്ന ചാർജ് അല്ലെങ്കിൽ ആക്സലറേറ്റിംഗ് ചാർജ് പ്രൊഡ്യൂസസ് എ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ്, ഇറ്റ് ഇൻ ടേൺ പ്രൊഡ്യൂസസ് എ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് ലിസൺ, അതിങ്ങനെ ഒരാളുടെ കാരണം മറ്റൊരാൾ കാരണം ഇത് കണ്ടോ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് യു ആർ ഗെറ്റിംഗ് ദീസ് വേരിയേഷൻസ് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ പ്രൊപ്പഗേറ്റ് ത്രൂ ദ സ്പേസ്, ആൻഡ് ദാറ്റ് ഈസ് സിംപ്ലി നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ലിസൺ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങളൂടെ ഒന്ന് പറയാൻ വേണ്ടി പോവാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഹിസ്റ്റോറിക് ഡെവലപ്മെൻറ്റാണ്. 1865ലാണ് മാക്സ്വെൽ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞത്. അതിനെ തുടർന്ന് 1887 ഹെർട്സ് കണ്ടക്ടഡ് എക്സ്പെരിമെൻറ്റ് വിത്ത് റേഡിയോ വേവ്സ്. മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സാധാരണ ഡൊമസ്റ്റിക് AC എന്നൊക്കെ പറഞ്ഞാൽ 50 ഹെർട്സ്, ഇൻ 1 സെക്കൻഡ് ഇറ്റ് വേരീസ് 50 ടൈംസ് എന്നാണ്. നമുക്ക് ഇത് വെച്ച് ഡയറക്റ്റായിട്ട് നമുക്ക് ഒരിക്കലും വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പറഞ്ഞാൽ വിസിബിളായിട്ടൊക്കെ 10⁻14, 10⁻15 ഹെർട്സ്, 10⁻14, 10⁻15 ഹെർട്സ് ഒക്കെയാണ് വേരിയേഷൻ ഫ്രീക്വൻസി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കറണ്ട് വെച്ച് അല്ലെങ്കിൽ സാധാരണ വിസിബിൾ ലൈറ്റിലോട്ടൊന്നും നമുക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഫ്രീക്വൻസി കുറഞ്ഞ, വേവ് ലെങ്ത് കൂടിയ, വാക്ക് ശ്രദ്ധിക്കണേ, ആ ഫ്രീക്വൻസി കമ്പാരിറ്റീവ്ലി കുറഞ്ഞ, വേവ് ലെങ്ത് കൂടിയ റേഡിയോ വേവ്സ് വെച്ചിട്ടാണ് ഹെർട്സ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത്. ഹി പ്രൊഡ്യൂസ്ഡ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ 1887, ആൻഡ് ഓൾമോസ്റ്റ് 7 years later our J.C. Bose, an Indian scientist in Kolkata, he produced this electromagnetic waves in a laboratory, as well as he detected it, detect ചെയ്തു, ആൻഡ് അതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തതും വളരെ വേവ് ലെങ്ത് കൂടിയ അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറഞ്ഞ റേഡിയോ വേവ്സ്. അതിൻ്റെ വാല്യൂ ഓർത്ത് വെക്കുക, 25 millimeter to 5 millimeter റേഞ്ചാണ്. 25 millimeter to 5 millimeter റേഞ്ചാണ്. ലാർജർ വേവ് ലെങ്ത്, ലെസർ വേവ് ലെങ്താണ് അതിൻ്റെ റേഞ്ച് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ തുടർന്ന് അടുത്ത കാര്യം അതേ വർഷം തന്നെ, അല്ലെങ്കിൽ അതേ വർഷം തന്നെ മാർക്കോണി, നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ് മാർക്കോണി, അല്ലേ? മാർക്കോണി റേഡിയോ വേവ്സ് സെവറൽ കിലോമീറ്റേഴ്സ് എവേ സെൻഡ് ചെയ്തു. ഓർക്കുക, ഹേർട്സും J.C. ബോസ് എല്ലാം കണ്ടക്ട് ചെയ്തത് ലബോറട്ടറിയിലായിരുന്നു. അതായത് ലാബിൻ്റെ സെറ്റപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യും ഡിറ്റക്ട് ചെയ്യുകയും ചെയ്തത്. എന്നാൽ മാർക്കോണി കണ്ടക്റ്റഡ് ദിസ് ട്രാൻസ്മിഷൻ ആൻഡ് ദി ഡിറ്റക്ഷൻ ഓഫ് ദി റേഡിയോ വേവ്സ് സെവറൽ കിലോമീറ്റേഴ്സ് എവേ. ഓക്കെ, ഇപ്പോഴും നമ്മൾ ആരാണ് റേഡിയോ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ ഇപ്പോഴും പറയുന്ന ആരാ? G. മാർക്കോണി. ഓക്കെ, നോ എനിവേ, just NCERT textbook content just to പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. Next we are going to the next topic, that is properties of electromagnetic waves. Okay, we are going to discuss the properties of electromagnetic waves on the basis of those 4 equations, Maxwell's equations. Anyway, first point is electromagnetic waves are transverse in nature. What do you mean by transverse? Transverse, you learn about 2 types of waves, transverse waves and longitudinal waves. Listen, what's transverse? Let it be the direction of propagation. If the vibration is perpendicular to the direction of propagation, you can call it as transverse waves. എന്താ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണോ പോകുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവിടെ വൈബ്രേഷൻ ഉള്ളത്. നമ്മൾ വാട്ടർ റിപ്പിളൊക്കെ പഠിച്ച ആൾക്കാർ, വെള്ളം എങ്ങോട്ടാണോ ഓളം പോകുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വാട്ടർ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുക, അല്ലേ? ദാറ്റ് ടൈപ്പ് ഓഫ് വേവ് ഈസ് ട്രാൻസ്വേഴ്സ് വേവ്. വൈൽ ദ കേസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് അതേ ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്ന് പറയും. സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡൽ വേവാണ്.
Okay, listen, anyway, Christian Huygens, wave optics പഠിച്ച സമയത്ത് Christian Huygens first of all argued that this light is a longitudinal wave എന്നൊക്കെ പറഞ്ഞിരുന്നു. Later on അത് തെറ്റാന്ന് പറഞ്ഞു. Listen, electromagnetic waves are transverse in nature. ഇതിൻ്റെ ട്രാൻസ്വേഴ്സ് നേച്ചർ കറക്റ്റ് നമുക്ക് തരുന്ന ഒരു ഇഫക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് വേവ് ഒപ്റ്റിക്സിൽ. പോളറൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഈ ഫിനോമിനൻ എൻഷുവേഴ്സ് ദാറ്റ് ഓർ കൺഫേംസ് ദാറ്റ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ വേരിയേഷൻ ആയിരിക്കാം, ഇലക്ട്രിക് ഫീൽഡും വേരി ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡും വേരി ചെയ്യുന്നു. നമ്മൾ നോക്കണേ, ദാറ്റ് ഈസ് വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് ആർ ആൾസോ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. എങ്ങോട്ടാണോ വേവ് പോകുന്നത് അതിന് പെർപെൻഡിക്കുലറായിട്ടാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വേരി ചെയ്യുന്നത്. നോക്കണേ, NCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഫിഗറാണ്, സംവാട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ us ബിക്കോസ് അതിൻ്റെ ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, listen, let it be the z direction along which the wave is propagating, and this is the x direction in which the electric field is ഇത് z ഡയറക്ഷൻ അല്ലേ, z ആണ്, ഇത് x ആണ്. ഓക്കെ, x ഇലക്ട്രിക് ഫീൽഡ് ഈസ് വേരിങ് അലോങ് this x direction, and magnetic field B is varying along the y direction. I am writing it as BJ. Okay, in which direction it propagates? It propagating along z direction or along the unit vector k. Okay, listen, ഇതിൽ നമുക്ക് അതിൻ്റെ നമ്മൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള സ്ലൈഡിലുള്ള ഒരു സിമുലേഷനാണ് മക്കളെ. ഇവിടെ സംതിങ് ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഈ ഡയറക്ഷനുകളൊക്കെ നമുക്ക് വേണം. ദ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് എക്സ് ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് വേരിയിങ് അലോങ് വൈ ഡയറക്ഷൻ. NCERTയിലെ കണ്ടന്റും വേണം, നമുക്ക് ഈ കണ്ടന്റും വേണം. രണ്ടും വെച്ച് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ പറയാനുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് വേരിയിങ് അലോങ് വൈ ആക്സിസ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് വേരിയിങ് അലോങ് സെഡ് ആക്സിസ്. യു ക്യാൻ സീ ദാറ്റ് എങ്ങോട്ടാണോ വേവ് പോകുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. Listen, electric field and magnetic field are already perpendicular to each other, and both of them are perpendicular to the direction of propagation. Both of them are perpendicular to the direction of propagation. Okay. Listen, അപ്പോൾ നമ്മൾ അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പ്രോപ്പർട്ടി ഇങ്ങനെയായിരുന്നു. the electromagnetic waves are transverse in nature. Transverse perpendicular ആണെന്ന് കേട്ടോ. ലിസൺ, നമ്മൾ അടുത്ത സൊല്യൂഷനിലൊക്കെ കാണും. വാട്ട് അബൌട്ട് ദ ഫേസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് രണ്ടാളും ഒരുമിച്ച് 0, ഒരുമിച്ച് മാക്സിമം, ഒരുമിച്ച് 0, ഒരുമിച്ച് നെഗറ്റീവ് മാക്സിമം, ഒരുമിച്ച് 0. ബോത്ത് ഓഫ് ദം ആർ ഇൻ ഫേസ്. അതൊന്ന് ഫിഗർ വെച്ച് കാണും കേട്ടോ. ലിസൺ, നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ്, രണ്ടാമത്തെ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാം. ദ വേവ് ഇക്വേഷൻ റെപ്രസെൻറ്റിംഗ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഞാനത് എഴുതാം. ലിസൺ, okay. The wave equation representing electromagnetic wave is one-dimensional wave equation ആണ്. one-dimensional wave equation ആണ്. പക്ഷെ അത് നമുക്ക് പഠിച്ചത് d² എന്നാണ്. ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് മക്കളെ. ഡോ എന്നാണ് വായിക്കുക കേട്ടോ. ഡോ സ്ക്വയർ സംതിങ് ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ. Okay, dou square something divided by dou x square. Here the variation is in electric field, therefore I am writing it as dou square E by dou x square is equal to 1 by velocity square. Here I am writing C, air ആണ് medium എന്ന് വെച്ചിട്ട് velocity of light C ആണെന്ന് എടുക്കുന്നു. Velocity V ആണെങ്കിൽ you want to write it as 1 by V square into, here there comes the second partial derivative of electric field with respect to time. ഇവിടെ നോക്കുക, ഇവിടെ ഡിസ്റ്റൻസ് ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, പൊസിഷൻ വെച്ചാണ്. ഇവിടെ പൊസിഷൻ്റെ വെച്ചിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് സെക്കൻഡ് ഓർഡർ, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് തന്നെയാണ്, അത് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നുള്ള കോൺസെപ്റ്റിലോട്ടാണ് പോകുന്നത്. ഓക്കെ, സിമിലർലി ഐ ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദി മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡോ സ്ക്വയർ ബി ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ വെലോസിറ്റി സ്ക്വയർ സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ബി ബൈ dou t square. Okay, these are the equations representing an electromagnetic wave. This is in one dimension, no, one dimension case. Okay, x മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ അല്ലേ. ഈ പറയുന്ന ഇക്വേഷനെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്, മക്കൾ മാത്സിലൊക്കെ പഠിക്കുന്ന മെത്തേഡ് അനുസരിച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഫംഗ്ഷൻ പറഞ്ഞാൽ ഏതർ ഇറ്റ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് സൈൻ ഓർ കോസ്. സൈനും കോസാണ് ഇമാതിരി റിലേഷൻ കീപ്പ് ചെയ്യുക. ലിസൺ, അപ്പോൾ നമ്മളതിൻ്റെ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ മക്കൾക്ക് പരിചയമുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ മാക്സിമൽ ആംപ്ലിറ്റ്യൂഡ് E0 ഇൻറ്റു, ഓർക്കണം, y ഈസ് ഈക്വൽ ടു a സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു സൈൻ, ഓക്കെ, കെ
if it is propagating along x, I will write as kx minus omega t. But our wave, നമ്മുടെ ഇനിഷ്യൽ ടെക്സ്റ്റ് ബുക്കിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് z ഡയറക്ഷനിൽ അല്ലേ, z ഡയറക്ഷൻ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ കാണിച്ച് ഓർക്കണം കേട്ടോ. therefore I am writing it as kz minus omega t. ഇതിലെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്നതാ. E0 എന്ന് പറയുന്ന മാക്സിമം വാല്യൂ ആണ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്, സൈൻ ഫംഗ്ഷൻ ആയിട്ടും കോസ് ആയിട്ടും വരാം അല്ലേ. പിന്നെ k, എന്താ k എന്ന് പറഞ്ഞാൽ, എന്താ k എന്ന് വിളിക്കുന്ന പേര് നമുക്ക് കേട്ടുള്ളതാണ് ആംഗുലാർ വേവ് നമ്പർ or propagation constant എന്നൊക്കെ വിളിക്കും. കെയുടെ ഇക്വേഷൻ മറക്കണ്ട, k is equal to 2 pi by lambda. and what about the omega? omega എന്ന് വിളിക്കുന്ന പേര് angular frequency and omega is equal to 2 pi by t or time period സാധാരണ പറയാറില്ല, കാരണം വേവ് നമ്മൾ ഫ്രീക്വൻസിയാണ് പറയാറ്. 2 pi nu or f, nothing but the frequency. okay, listen, similarly you can write the equation for the solve this equation so that നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും. b is equal to b0 sin k z minus omega t. Is there a phase difference between electric field and magnetic field? Not at all. Both of them are in phase. രണ്ടാളും ഒരേ ഫേസിലാണ്. ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാക്സിമം വാല്യൂ b0. ഇവിടെ നമ്മൾ ഉപയോഗിച്ച സിമ്പലുകളൊക്കെ സെയിം ആണ്. k എന്ന് പറയാൻ ഓർക്കുക ആംഗുലാർ വേവ് നമ്പർ ആണ്, ദാറ്റ് ഈസ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്നൊക്കെ വിളിക്കും, 2 pi by lambda. ആൻഡ് ഹിയർ ഒമേഗ ഇസ് ദി ആംഗുലാർ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ സി ആർ ടിയിലെ ടെക്സ്റ്റ് ബുക്കിലെ ഇക്വേഷൻ അതേപോലെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാ ഈ എക്സ് is equal E0 sin kz minus omega t. ഈ എക്സ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് വേരിങ് അലോങ് എക്സ് ഡയറക്ഷൻ മുകളിൽ ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം ആ ചിത്രം. ഫൈൻ, ലിസൺ, ദിസ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ z kz മൈനസ് ഒമേഗ ടി. ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നത് അലോങ് എക്സ് ഡയറക്ഷനാണ്, ഈ എക്സ് ആണ്. ലിസൺ, മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ by വരും. ഓക്കെ നോ, therefore you are getting the equations. Ex is equal to E0 sin kz minus omega t, by is equal to B0 sin kz minus omega t. K omega ഒക്കെ നമ്മൾ മീനിങ് പറഞ്ഞു. ഇവിടെ രണ്ടാളും ഈ ഫേസ് സെയിം ആണെന്ന് പറഞ്ഞു, they are in same phase. okay, then next one we are going to discuss about the velocity of electromagnetic waves. ആദ്യം അതൊരു വേവ് ആണല്ലോ മക്കളെ, വേവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കേസിലുള്ള ഇക്വേഷൻ ഫോർ ദി വെലോസിറ്റി നമ്മൾ വേവ്സിൻ്റെ കേസിൽ പഠിച്ചിട്ടുള്ളതാണ്. Equation for the velocity, wave velocity is equal to omega by k. വേവ്സ് നമ്മുടെ ചാപ്റ്ററിൽ പഠിച്ചില്ല അല്ലേ. ഒരേ ഫേസിൽ പോകുന്ന സമയത്ത് ഫേസിൽ ചേഞ്ച് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടെത്തിയ ഇക്വേഷൻ ആ v is equal to omega by k. Here also you can use this equation, velocity is equal to omega by k, and that's also equal to nu lambda. ഒമേഗയ്ക്ക് 2 pi nu, k ക്ക് 2 pi by lambda സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും velocity is equal to frequency into wavelength nu lambda. It's one of the set of equations. okay, listen, and another equation that you learn in relation to the Biot-Savart law. അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് C is equal to 1 by root of mu 0, the absolute permeability of free space into epsilon 0, absolute permittivity of free space. C is equal to 1 by root of mu 0 epsilon 0. മക്കളെ അതിൽ വേറെ ഏതെങ്കിലും മീഡിയ ആണ്, ഇതിപ്പോൾ എയർ ആണ് കേട്ടോ, ഇത് എയർ ആവുന്ന കേസാണ്. വേറെ ഏതെങ്കിലും മീഡിയ ആവുമ്പോൾ എന്താ വരിക, വേറെ ഏതെങ്കിലും മീഡിയ ആവുമ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1 by root of mu epsilon. അപ്പോൾ ആ മീഡിയത്തിൻ്റെ പെർമിയബിലിറ്റിയും ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയും കൊടുക്കണം. ശ്രദ്ധിച്ചേക്കണേ, അതിൽ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോകാറിയോ, ഈ മ്യൂക്കുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. യു ക്യാൻ റൈറ്റ് മ്യൂ ആസ് മ്യൂ ഇസ് ഈക്വൽ ടു mu 0 mu r, റിലേറ്റീവ് പെർമിയബിലിറ്റി. അതുപോലെ എപ്സിലോണിന് പകരം എന്ത് ചെയ്യാം, എപ്സിലോൺ 0 എപ്സിലോൺ r കൊടുക്കാം. അത് രണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്, 1 by root of നോക്കൂ mu 0 mu r എപ്സിലോൺ 0 എപ്സിലോൺ r. ഓക്കെ നോ, ഇതിൽ നോക്കണേ, ഈ mu 0 എപ്സിലോൺ 0 ആരാ, 1 by root of mu 0 epsilon 0 ആരാ, C ആ. അപ്പോൾ ഞാനത് മാറ്റി എഴുതുമ്പോൾ ആ ഇക്വേഷൻ ശ്രദ്ധിച്ചേട്ടോ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1 by root of mu 0 epsilon 0, ദാറ്റ് ഈസ് C ഡിവൈഡഡ് ബൈ root of mu r epsilon r. ചെറിയ ക്ലാസ്സിൽ എവിടെയോ ഈ ഇക്വേഷൻ കണ്ട് പരിചയമുണ്ട്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം ഇസ് ഈക്വൽ ടു velocity of light in free space c to divide by a value. That value is nothing but the refractive index. അല്ലേടാ, നമുക്ക് പരിചയമുള്ളത് v is equal to cb എന്ന് കണ്ടതാ. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്, ലിസൺ, refractive index of a medium is equal to square root of the product of relative permeability and relative permittivity.
Okay, now this is the refractive index. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ ഇസ് ദിസ് വൺ, v is equal to omega by k, that is equal to nu lambda. ആൻഡ് രണ്ടാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ c is 1 by root of mu 0 epsilon 0 ആണ്. ബയോസാവാർട്ടോട് പരിചയമുള്ളതാണ്. അതിപ്പോൾ മറ്റൊരു മീഡിയത്തിലോട്ടുള്ള ഇക്വേഷനും പറഞ്ഞു. വേർഡ് നമ്മൾ കൺക്ലൂഡ് ചെയ്തു, n is equal to root of mu r epsilon r. One more equation is there for the velocity that we will discuss in the next topic. അടുത്ത പ്രോപ്പർട്ടി ആയിട്ടാണ് പഠിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് the velocity of waves, electromagnetic waves ആണ്. Okay, next topic is the relation between the amplitudes of electric and magnetic fields. ഇതും ഞാൻ ഡിറൈവ് ചെയ്യുന്നില്ല. നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ആംപ്ലിറ്റ്യൂഡ് 0 മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് what is B0. ഇതാണ് തമ്മിലെ റിലേഷനാണ്. നമുക്ക് ഈ റിലേഷൻ എവിടേക്കോ കണ്ടിട്ടുണ്ട്. വെലോസിറ്റി സെലക്ടർ എന്നൊക്കെ പറഞ്ഞ ടോപ്പിക്കിലൊക്കെ നമ്മൾ കണ്ട് പരിചയമുള്ളതാണ്. V is equal to E by B. Similarly, you can say that E is equal to velocity into magnetic field. ആംപ്ലിറ്റ്യൂഡുകൾ മാത്രമാണ്, മാക്സിമം വാല്യൂ ആണ്. Therefore, I can write as E0 is equal to CB0. Or listen, ഇവിടെ നമുക്ക് എയറിൻ്റെ കേസ് പറയുമ്പോൾ C is equal to E0 by B0. അപ്പോൾ വെലോസിറ്റിക്ക് അടുത്ത ഇക്വേഷനായി. ആ പോയിന്റ് ഞാൻ സ്ട്രെസ് ചെയ്യാൻ കാരണം it is a relation between electric field and magnetic field. C യുടെ വാല്യൂ, വെലോസിറ്റി ഓഫ് ലൈറ്റ് കറക്റ്റ് വാല്യൂ നമുക്ക് റഫ് വാല്യൂ എല്ലാവർക്കും അറിയാം, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. വലിയ ഒരു മാഗ്നിറ്റ്യൂഡാണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 3 × 10⁸ ടൈംസ് ദി മാഗ്നറ്റിക് ഫീൽഡ്. എൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് കേൾക്കണേ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ റിലേഷൻ മക്കളുടെ കയ്യിലുണ്ട്. E0 is equal to CB0. ലിസൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which one is stronger in amplitude, electric field or magnetic field? I just would remind you the equation. E0 is equal to 3 × 10⁸ times the magnetic field. Which one is stronger? Which one is intense? Either the electric field or magnetic field. We can say that തീർച്ചയായിട്ടും പറയാം ഏതാണ് ഇലക്ട്രിക് ഫീൽഡാണ് സ്ട്രോങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി. ഇലക്ട്രിക് ഫീൽഡിനേക്കാളും 3 × 10⁸ ടൈംസ് വീക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിനേക്കാളും 3 × 8 ടൈംസ് സ്ട്രോങ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. ഓർത്ത് നോക്കുക. അപ്പോൾ ഒരു ഏറ്റവും നമ്മളൊരു പ്രോപ്പർട്ടീസ് പറയുമ്പോൾ, ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്ന സമയത്ത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണോ കൂടുതൽ ഡിസ്കസ് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണോ കൂടുതൽ ഡിസ്കസ് ചെയ്യുക? പ്രോപ്പർട്ടീസ് പറയുന്ന സമയത്ത് എസ്പെഷ്യലി ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, അതിൻ്റെ പോളറൈസേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അൺപോളറൈസ്ഡും പോളറൈസ്ഡും ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോട്ടും അതുപോലെ ആരോ മാർക്കൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. ലിസൺ, അവിടെയൊക്കെ മാർക്ക് ചെയ്യുന്നത് ആ ഇൻറ്റൻസിറ്റി കൂടിയ ഇലക്ട്രിക് ഫീൽഡിനെ മാത്രമാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ ലിസൺ, പക്ഷേ നമ്മൾ ചില കാര്യങ്ങളിൽ അത് വ്യത്യാസങ്ങൾ വരാനുണ്ട്. എങ്കിൽ കൂടെ പറയാണ് വിച്ച് വൺ ഈസ് സ്ട്രോങ്ങർ ഇൻ ആംപ്ലിറ്റ്യൂഡ്, ഇൻറ്റൻസിറ്റിയിൽ ആരാണ് കൂടുതൽ ഇൻറ്റൻസ് ആരാണ്, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കൂടുതൽ ആർക്കാണ്, ഇലക്ട്രിക് ഫീൽഡായിരിക്കും കൂടുതൽ. അതുകൂടെ തന്നെ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് പറയാൻ വേണ്ടി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ സാധാരണ കൺസിഡർ ചെയ്യാറില്ല, നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെയാണ് കൺസിഡർ ചെയ്യാറ്. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ വിളിക്കുന്ന പേര് ലൈറ്റ് വെക്ടർ. എന്താ മക്കളെ? ലൈറ്റ് വെക്ടർ, ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻറ്റൻസ് ദാൻ ദി മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ ലിസൺ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ 3 വെലോസിറ്റി ഇക്വേഷൻ തന്നു. ഫസ്റ്റ് വൺ ഈസ് V is equal to omega by k, that is equal to F lambda, nu lambda. രണ്ടാമത്തെ ഇക്വേഷൻ in terms of absolute permittivity and absolute permittivity അല്ലേ, C is equal to 1 by root of mu 0 epsilon 0, mu 0 epsilon 0. And here ഞാൻ ഇപ്പോൾ മറ്റൊരു ഇക്വേഷൻ തന്നു, velocity is equal to ratio of electric field to the magnetic field, E0 to B0. Okay, 3 equations ആയി. I'm switching over to the next property. Before going to the next property, there is a solved question in your NCERT textbook. And മക്കൾ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം കേട്ടോ. The magnetic field in a plane electromagnetic wave is given as By. Okay, By, magnetic field is given, it's moving along y direction. It's equal to 2 × 10⁻⁻⁷, that is B0. This is B0. Comparing with the standard equation, sin something into x, this is k. Okay, this is k, kx plus മക്കളെ y is equal E0 sin kz minus omega t ആണെങ്കിൽ പോസിറ്റീവ് z ഡയറക്ഷൻ എന്നും E0 sin kz പ്ലസ് omega t ആണെങ്കിൽ അത് നെഗറ്റീവ് ഡയറക്ഷൻ എന്നുള്ളത് നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ലിസൺ, ഇത് ഇവിടെ പ്ലസ് ആണ് കിടക്കുന്നത്. അതുപോലെ 1.5 × 10⁻11 t, ദിസ് ഈസ് നത്തിങ് ബട്ട് ദി ഒമേഗ, ദാറ്റ് മച്ച് ടെസ്ല. മാഗ്നറ്റിക് ഫീൽഡ് യൂണിറ്റ് ടെസ്ലയാണ്. വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദി വേവ്? ഇതിൻ്റെ വേവ് ലെങ്ത് ലാംഡ വരുന്ന ഇക്വേഷൻ ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. Listen, k is equal to 2 pi by lambda implies lambda is equal to 2 pi by k. 2 pi divided by k. K യുടെ വാല്യൂ എത്ര? 0.5 × 10⁻
3 സോൾവ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ദാറ്റ് മച്ച് മീറ്റേഴ്സ് നമ്മളെല്ലാം SI യൂണിറ്റിലാണ് കൊടുത്തുള്ളത്, ടെസ്ലയിലാണ്. ഓക്കെ, ദാറ്റ്ഫോർ യു ആർ ഗെറ്റിംഗ് ദ ലാംഡ. സോൾവ് ചെയ്ത ആൻസർ കിട്ടും കേട്ടോ. Listen, therefore wavelength is over. Next one is frequency. How will you find the frequency? You know that omega is equal to 2 pi nu, where nu is the frequency, implies nu is equal to omega divided by 2 pi. Omega the value 3 omega the value വരുന്നത് 1.5 into 10 raised to 11 divided by 2 pi. That much frequency ആണ്. frequency ആകുമ്പോൾ യൂണിറ്റ് എന്താ? ഹെർട്സ്. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ, റൈറ്റ് എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിനാണ് ഇക്വേഷൻ ചോദിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, അതിന് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഏത് രൂപം എടുക്കേണ്ടത്? ഈസ് ഈക്വൽ ടു E0 സൈൻ ഓക്കെ കെ സെഡ് ഇവിടെ എക്സ് ആണ് അല്ലേ, കെ എക്സ് മൈനസ് അല്ല നെഗറ്റീവ് എക്സിലാണ് പോകുന്നത്, അതുകൊണ്ട് ഇവിടെ പ്ലസ് ആ കൊടുക്കുന്നത് അല്ലേ, ഒമേഗ ടി. ഈ ഫോർമാറ്റിലാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് നോ ഡൗട്ട് വിത്ത് കെ ഇതെന്താ ഇത് എത്രയാണോ ഫേസ് അതേ ഫേസിൽ ബോത്ത് ഓഫ് ദം ആർ ഇൻ ഫേസ്. ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഒരേ ഫേസിലായിരിക്കും. ഇപ്പം നമുക്ക് ആരെ കാണാനുണ്ട്? E0. ഇപ്പോൾ പറഞ്ഞുള്ളല്ലോ E0യും B0യും തമ്മിലുള്ള റിലേഷൻ. വാട്ട് ഈസ് E0? E0 is equal to C into B0. What about the value of C? 3 into 10 raised to 8 into magnetic field is 2 into 10 raised to minus 7, 2 into 10 raised to minus 7. This much will be the electric field. Unit Newton per coulomb എന്നോ വോൾട്ട് പെർ മീറ്റർ എന്നോ നിങ്ങൾക്ക് ഏത് കൊടുത്താലും കുഴപ്പമില്ല. വോൾട്ട് പെർ മീറ്റർ എന്നോ ന്യൂട്ടൺ പെർ കോളം എന്നോ ഏത് കൊടുത്താലും ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 into 3 6ഉം 10ഉം വരുന്നത്. For 60 units will be there. 60 comes around 60. Therefore I am writing here electric field is equal to 6G. ബാക്കി നോക്കേണ്ട കാര്യമില്ല, കാരണം എന്താ, രണ്ടാളുടെയും ഫേസ് സെയിമാ. നോക്കി പറയാം 0.5 into 10 raised to 3 x plus 1.5 into 10 raised to 11 g. Okay, unit is ടെസ്റ്റിലായിരുന്നു മാഗ്നറ്റിക് ഫീൽഡിന്. ഇവിടെ ന്യൂട്ടൺ പെർ കൂളമോ അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്ററോ കൊടുക്കാം. നമുക്ക് ഇതിൽ ഒരു പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് നെഗറ്റീവ് സെഡ് ഡയറക്ഷൻ. നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. എക്സ് പ്ലസ് ആണല്ലോ, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് വേവ് പോകുന്നത്. ഓക്കെ, നെഗറ്റീവ് എക്സ് പ്ലസ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്നത് വൈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് നോക്കൂ. ഇലക്ട്രിക് ഫീൽഡ് നമുക്കിവിടെ എക്സ് എന്നോ വൈ എന്നോ സെഡ് എന്നോ കൊടുക്കണം. അപ്പോൾ ഹിയർ ഐ എം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് സെഡ്. ഒരു കാര്യവും പറയാതെ സെഡ് എന്ന് പ്ലസ് സെഡ് ആണോ മൈനസ് സെഡ് ആണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് സെഡിലും വരും നെഗറ്റീവ് സെഡിലും വരും. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ വരുക? പ്ലസ് വൈയിലും വരും മൈനസ് വൈയിലും വരും. വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് നെഗറ്റീവ് സെഡ് ഡയറക്ഷൻ. Therefore Ez is equal to this will be your equation. This will be the equation for write an expression for the electric field. This is the equation for the electric field. Okay, മക്കൾ ഇതിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് എങ്ങനെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറഞ്ഞപ്പോൾ വെലോസിറ്റി ചോദിക്കുക. ഹൗ വിൽ യു ഫൈൻഡ് ദ വെലോസിറ്റി? വെലോസിറ്റി V is equal to ഒമേഗ ബൈ കെ. ഒമേഗ ബൈ കെ ചെയ്താൽ മതിയാവും. നമുക്കതൊന്ന് ഇവിടെ ചോദിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുവാണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. ഒമേഗയുടെ വാല്യൂ ദിസ് വൺ. ഓക്കെ, 1.5 into 10 raised to 11 divided by k യുടെ വാല്യൂ 0.5 into 10 raised to 3. Okay, listen, 10 raised to 3, so on which you are getting 3 and 10 raised to 8. 3 into 10 raised to 8 meter per second. നമുക്ക് പരിചയമുള്ളൊരു വാല്യൂ ഉള്ളതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ദിസ് ദാറ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് എ സോൾവ്ഡ് ക്വസ്റ്റ്യൻ ഇൻ ഇൻസൈഡ് ടെക്സ്റ്റ് ബുക്ക്. ജസ്റ്റ് നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ വേവ്സ് എന്ന് പറഞ്ഞ +1 ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ജസ്റ്റ് കമ്പയർ വിത്ത് ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇതും അതുപോലത്തെ ഇക്വേഷൻ, അതുപോലത്തെ വേവ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി അനദർ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് എനർജി ഡെൻസിറ്റി. Okay, what is energy density? Nothing but the energy per volume. Okay, energy per volume എന്നുള്ള ഇക്വേഷൻ. എനർജി ഡെൻസിറ്റിക്ക് U നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ലിസൺ, എനർജി ഡെൻസിറ്റി U is equal to എനർജി ഡിവൈഡഡ് ബൈ വോളിയം. നമുക്കിത് ഇത്ര ഇങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഇലക്ട്രിക് ഫീൽഡുണ്ട് മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ദർഫോർ നമ്മൾ അതിൻ്റെ എനർജി ഡെൻസിറ്റിക്ക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ എനർജി ഡെൻസിറ്റി ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എനർജി ഡെൻസിറ്റി ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ എനർജി ഡെൻസിറ്റി ഇക്വേഷൻ പഠിച്ചത് കപ്പാസിറ്റൻസ് പറഞ്ഞ ചാപ്റ്ററിലാണ്. ദർഫോർ അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എനർജി ഡെൻസിറ്റി പഠിച്ച് ഇൻഡക്ടർ പഠിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനില്ല. ലിസൺ, ഇക്വേഷൻസ് വിൽ ബി ലൈക്ക് ദിസ്. നമുക്ക് പരിചയമുള്ള ഇക്വേഷൻ 12 ε0 E².
This is the equation for the energy density related to the electric field. Already നമുക്ക് പരിചയമുള്ള ഇക്വേഷനാണ്. ഇതേപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിലെ ഇക്വേഷൻ B²/2μ0 ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ചാപ്റ്ററിൽ ലിസൺസ് ലാസ്റ്റ് സോൾഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഡെൻസിറ്റി റിലേറ്റഡ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് B²/2μ0. ഓക്കെ, ദിസ് ഇസ് ദ എനർജി ഡെൻസിറ്റി റിലേറ്റഡ് ടു ദ ഇലക്ട്രിക് ഫീൽഡ്. നോക്കൂ, ഇതിൽ വാട്ട് ഇസ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാം. ഇതിൽ ഏത് വാല്യൂ ആണ് ലാർജർ? തൊട്ട മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു വിച്ച് ഫീൽഡ് ഈസ് ഇൻറ്റൻസ് എന്ന് ചോദിച്ചു. വിച്ച് ഫീൽഡ് ഈസ് ഇൻറ്റൻസ് എന്ന് ചോദിച്ചു. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻറ്റൻസ് ദാൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ബൈ 3 × 10⁸ ടൈംസ് എന്ന് പറഞ്ഞു. എൻ്റെ ഇവിടുത്തെ ചോദ്യം വിച്ച് എനർജി ഡെൻസിറ്റി ഈസ് ലാർജർ എന്നാണ്. ഇലക്ട്രിക് ഫീൽഡ് എനർജി ഡെൻസിറ്റിയോ മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഡെൻസിറ്റിയോ? ഓക്കെ, ലിസൺ. അപ്പോൾ ഞാനതൊന്ന് ഓക്കെ, വിച്ച് വൺ ഹാവ് മോർ എനർജി ഡെൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡാണോ മാഗ്നറ്റിക് ഫീൽഡാണോ? മനസ്സിൽ കുറേ വാട്ട് ഈസ് ആൻസറുകൾ വരുന്നുണ്ട്. നമുക്കൊന്ന് ചെയ്തു നോക്കാം മക്കളെ. ലിസൺ. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഇലക്ട്രിക് ഫീൽഡിൻ്റെ എനർജി ഡെൻസിറ്റി ഒന്ന് അനലൈസ് ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻ എഴുതാണ്. ഇലക്ട്രിക് ഫീൽഡ് എനർജി ഡെൻസിറ്റിയാണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. ദർഫോർ U is equal to ½ ε0 E² എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ നമ്മളതിന് ഇക്വേഷനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ചില കാര്യങ്ങളൊന്ന് കണ്ടോളൂ കേട്ടോ. ½ ε0 നമ്മളൊരു വാല്യൂ പറഞ്ഞല്ലോ, വേരി ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ പറഞ്ഞല്ലോ. E0 sin kz - ωt അതിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഇവിടെയും സ്ക്വയർ വന്നു. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ദി ഇൻസ്റ്റൻറ്റേനിയസ് എനർജി ഡെൻസിറ്റി. അതത് സമയത്തുള്ള എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷനാണ്. പക്ഷെ നമുക്ക് എപ്പോഴും വേണ്ടി വരെ എനർജി ഡെൻസിറ്റിയുടെ ആവറേജ് വാല്യൂ ആണ്. Okay, average energy density half is constant, ε0 E0² is also constant. Next you want to take the time varying quantity average എടുക്കണം. അതാരാ? sin square kz - ωt. AC സർക്യൂട്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇതുപോലെ സൈൻ സ്ക്വയറിൻ്റെ ആവറേജ് കാണാൻ നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. മാത്തമാറ്റിക്കലി ദ ആവറേജ് ഓഫ് സൈൻ സ്ക്വയർ സംതിങ് sin square θ ഈസ് 1/2. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1/2 ആണ്. അതിൻ്റെ വാല്യൂ 1/2 വരുമ്പോൾ ലിസൺ, നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരിക. ആവറേജ് എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 1/2 × 1/2 1/4 ε0 E0². എനിവേ ഇങ്ങനെയാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഡെൻസിറ്റി എഴുതുമ്പോഴും ഇതേപോലെ നിങ്ങൾക്ക് ആവറേജ് വാല്യൂ വിൽ ബി 1/4. പക്ഷെ നമ്മുടെ പോയിൻ്റ് അതല്ല. നമ്മുടെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് കൂടുതൽ സ്ട്രോങ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും കൂടുതൽ സ്ട്രോങ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്വേഷൻ എടുക്കുന്നത് എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷനാണ്. ആവറേജ് എനർജി ഡെൻസിറ്റി എടുക്കുന്നത് വെച്ചോളൂ. ഓക്കെ, രണ്ടെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ആവറേജ് എനർജി ഡെൻസിറ്റി എടുക്കുന്നു. വാല്യൂ വിൽ ബി 1/4. ഓക്കെ, അഗ്രീഡ്. ε0 E0². വാട്ട് ആർ ദ വാല്യൂ ഓഫ് E0? എന്താണ് E0? E0 ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ആക്കാം. വാട്ട്സ് റിലേഷൻ ഫോർ E0? E0 is equal to C into B0. അപ്പോൾ എൻ്റെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1/4 ε0. ഓക്കെ നോ, E0ക്ക് പകരം CB0 എന്ന് കൊടുക്കുന്നു. സ്ക്വയർ ഉണ്ട്, സ്ക്വയർ കൊടുത്തു. ഓക്കെ, ലിസൺ. 1/4 ε0 C² B0². ഓക്കെ നോ, ഈ C² കാണുമ്പോൾ മക്കൾക്ക് മനസ്സിലാവണം വാട്ട് ഇസ് C. C is equal to listen, what is C? C is equal to 1/√μ0 ε0. ഒന്ന് സ്ക്വയർ ചെയ്താൽ കിട്ടും C² is equal to 1/μ0 ε0. കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് യു ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/4 ε0. വാട്ട് അബൌട്ട് C²? ദാറ്റ് ഈസ് 1/μ0 ε0 B0². മക്കളെ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരാളുണ്ടല്ലോ. ആരാളുള്ളത്? ε0 വെട്ടിപ്പോയി. ബാക്കിയുള്ള ടേം ആരാണ്? ബാക്കിയുള്ള ടേം വരുന്നത് ലിസൺ ഈസ് ഈക്വൽ ടു 1/4 B0²/μ0. ഓക്കെ, ലിസൺ. ഒരു കാര്യം നമ്മളവിടെ എഴുതിയിട്ടില്ല. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ദി ഇലക്ട്രിക് ഫീൽഡ് എനർജി ഡെൻസിറ്റി. വാട്ട് അബൌട്ട് ദി ആവറേജ് മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഡെൻസിറ്റി? ദാറ്റ് വിൽ ബി ആൾസോ ഈക്വൽ ടു സിമിലർലി ഇതേപോലെ നമ്മൾ ആവറേജ് എടുക്കുന്ന സമയത്ത് 1/4 B0²/μ0 വരും. നോക്കൂ, ഈ രണ്ട് ഇക്വേഷൻ നോക്കിയടാ. 1/4 B0²/μ0. ദിസ് ഈസ് ഈക്വൽ ടു ദി മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി, ആവറേജ് എനർജി ഡെൻസിറ്റി ഈക്വൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ ഒന്ന് ശ്രദ്ധിക്കണം. കൺക്ലൂഷൻ ഇങ്ങനെയാണ്. ദ
ആരാണ് കൂടുതൽ ഇൻറ്റൻസ്, ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ്? നോ ഡൗട്ട് ഇലക്ട്രിക് ഫീൽഡ്. ആരിലാണ് കൂടുതൽ എനർജി ഡെൻസിറ്റി ഉള്ളത്? ബോത്ത് ഓഫ് ദം ക്യാരി ഈക്വൽ എനർജി ഡെൻസിറ്റി. കാരണം അതിന് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേംസ് ഒക്കെ നോക്കിയാൽ തന്നെ മതി. 1 എപ്സിലോൺ 0 വാല്യൂ അല്ലേ 8.85 × 10⁻⁻⁻. ഹിയർ ഇറ്റ് ഈസ് ഡിവൈഡിങ് ബൈ μ0. ഡിവൈഡ് ചെയ്യുക, ചെറിയ വാല്യൂ 4π×10⁻⁻⁻⁷ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വാല്യൂ കൂടും. ബോത്ത് ഓഫ് ദം ക്യാരി ഈക്വൽ എനർജി ഡെൻസിറ്റി. ബട്ട് വിച്ച് വൺ ഈസ് ഇൻറ്റൻസ്? നോ ഡൗട്ട് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇൻറ്റൻസ്. ആരാ കൂടുതൽ എനർജി ഉള്ളത്? രണ്ടാൾക്കും ഒരേ എനർജി ഡെൻസിറ്റി ആണുള്ളത്. രണ്ടാളും ഈക്വൽ ആയിട്ട് തന്നെ എനർജി ക്യാരി ചെയ്യുന്നുള്ള പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ലിസൺ. അപ്പോൾ വാട്ട് ഈസ് എനർജി ഡെൻസിറ്റി? എനർജി പെർ വോളിയം ഇക്വേഷൻ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷനും മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷനും കണ്ടു. രണ്ടാളും ഒരേ എനർജി എന്നുള്ളത് മനസ്സിലായി. വിച്ച് വൺ ഹാവ് മോർ എനർജി ഡെൻസിറ്റി? ബോത്ത് ഓഫ് ദം ക്യാരി ഈക്വൽ എനർജി ഡെൻസിറ്റി. ആൻഡ് ഹിയർ ഐ എം ഗിവിംഗ് യു എ ടേബിൾ. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, രണ്ടും ടോട്ടൽ റിസൾട്ടൻ്റ് ഇഫക്റ്റ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഇൻസ്റ്റൻറ്റേനിയസ് എനർജി ഡെൻസിറ്റി എഴുതും, അതുപോലെ നമ്മൾ ആവറേജ് എനർജി ഡെൻസിറ്റി രണ്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് വാല്യൂസ് ഒന്ന് എഴുതുമ്പോൾ ഇതിൽ ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻസ്റ്റൻറ്റേനിയസ് എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 E². 0 ഇല്ല കേട്ടോ, ഇക്ക് നമ്മൾ E0 sin square ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതേപോലെ ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ വിൽ ബി B² ഡിവൈഡഡ് ബൈ 2μ0. ദിസ് ഇസ് ദ വാല്യൂ ഓഫ് what this ഇൻസ്റ്റൻറ്റ് അതത് സമയത്തുള്ള അവിടെ നോക്കി ഈക്ക് വാല്യൂ E0 sin kx - ωt kz - ωt ആണ്. ബിയുടെ വാല്യൂ B0 sin kz - ωt. രണ്ട് ടൈം വേരിയിങ് ആണ്, ഇൻസ്റ്റൻറ്റേനിയസ് അതത് സമയത്തെ വാല്യൂ ആണ്. ഓക്കെ ലിസൺ, രണ്ടാളും ഈക്വൽ ആണ്, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ബോത്ത് ഓഫ് ദം ആർ ഈക്വൽ എന്ന് പ്രൂവ് ചെയ്തു. രണ്ടും ആഡ് ചെയ്യാണ്. ആഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാം ഹാഫ് ഓഫ് എപ്സിലോൺ 0 E² ഹാഫ് ഓഫ് എപ്സിലോൺ 0 E² ആഡ് ചെയ്യാം. രണ്ടും ഈക്വൽ ആണല്ലോ, ഹാഫും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ 1 കിട്ടും. ദെർഫോർ ആൻസർ വിൽ ബി എയ്തർ, രണ്ടും ആഡ് ചെയ്താൽ ടോട്ടൽ ഇഫക്റ്റ് വിൽ ബി എയ്തർ എപ്സിലോൺ 0 E² ഓർ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം B² ബൈ μ0. എങ്ങനെ B² ബൈ μ0 വരുന്നത്? ഇതെന്താ മക്കളെ B² ബൈ 2μ0. ഇതാരാ B² ബൈ 2μ0. രണ്ടാളും സെയിം, ഹാഫും കൂടി നമുക്ക് 1 കിട്ടുന്നു. ദീസ് ആർ ദ ഇക്വേഷൻ ഫോർ ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. ബട്ട് ഐ ആം ഗോയിങ് ടു ഡിസ്കസ് അനദർ തിങ്, ആവറേജ് എനർജി ഡെൻസിറ്റി. അതാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ്. ആവറേജ് എനർജി ഡെൻസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടെത്തി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 മാക്സിമം അല്ല E0² ആണെന്ന് കണ്ടു. ഓക്കെ, സിമിലർലി മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു 1/4 ഓക്കെ B0² ഡിവൈഡഡ് ബൈ μ0. അപ്പോൾ ടോട്ടൽ ആവറേജ് എനർജി ഡെൻസിറ്റി എത്രയാ? 1/4 + 1/4 ക്വാർട്ടറും എന്ന ഹാഫ് ആവും അല്ലേ. ദെർഫോർ യു ആർ ഗെറ്റിംഗ് ഹാഫ് ഓഫ് എന്ത് ഉപയോഗിക്കാം? ഒന്നുകിൽ എപ്സിലോൺ 0 E0² ഉപയോഗിക്കാം, ഓർ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം 1/4 ഓഫ് 1/4 അല്ലല്ലോ 1/4 + 1/4 1/2 ടൈംസ് ഓഫ് B0² ബൈ μ0 ഉപയോഗിക്കും. ഇത് രണ്ടും. അപ്പോൾ ഈ ടേബിൾ ഒന്ന് ഓർത്ത് വെക്കണം. ഇത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ്, അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ആവറേജ് എനർജി ഡെൻസിറ്റിയാണ്. ദിസ് ഇസ് എ കോൺട്രിബ്യൂഷൻ ബൈ ദ ഇലക്ട്രിക് ഫീൽഡ്, ദിസ് ഇസ് എ കോൺട്രിബ്യൂഷൻ ബൈ മാഗ്നറ്റിക് ഫീൽഡ്. Therefore total will be the sum of these two things, and that will be equal to half epsilon 0 E0². Here it is half epsilon 0 E² ഇൻസ്റ്റൻറ്റേനിയസ്. ഇത് ആവറേജ് എനർജി ഡെൻസിറ്റി എടുക്കുന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും ഓർത്ത് വെക്കണം, half epsilon 0 E0². ഓക്കെ നോ, ചില ആൾക്കാർ നിങ്ങൾക്ക് ആംപ്ലിറ്റ്യൂഡ് RMS വാല്യൂ തമ്മിൽ റിലേഷൻ അറിയാലോ അല്ലേ. അപ്പോൾ അവിടെ E0²/2 ഓക്കെ E0²/2. ഹിയർ ഐ എം റൈറ്റിംഗ് ഇക്വേഷൻ വിൽ ബി ഹാഫ് ടോട്ടൽ എനർജി ഡെൻസിറ്റി ഡ്യൂ ടു ഇലക്ട്രിക് ആൻഡ് രണ്ടിൻ്റെയും കോൺട്രിബ്യൂഷൻ കാരണമുള്ളതാണ്. ഹാഫ് എപ്സിലോൺ 0 E0². ചില ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും, ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 E0²/2. E0/2നെ നമ്മൾ എന്താക്കിയെന്നറിയോ, ആ ഒരു സ്ക്വയർ ഒരുമിച്ചാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടു. കൺഫ്യൂഷൻ ഒന്നുമില്ല. ഓക്കെ, ഹിയർ ഇറ്റ് വിൽ ബി ദി സ്ക്വയർ, ഇതാണ് സ്ക്വയർ വരുന്നത്. ഓക്കെ, ദെർഫോർ വാട്ട് ഈസ് E0/√2? 1/√2 ഓഫ് മാക്സിമം. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദി RMS വാല്യൂ ഈ RMS². അപ്പോൾ ഇങ്ങനെയും ഇക്വേഷൻസ് കാണാം കണ്ടോ. അപ്പോൾ ടോട്ടൽ എനർജി ഡെൻസിറ്റി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ യു ക്യാൻ സേ ദാറ്റ് ഹാഫ് എപ്സിലോൺ 0 E0² ഓർ ഹാഫ് ഇൻറ്റു B0² ബൈ μ0, അല്ലെങ്കിൽ എന്ത് പറയാം മക്കളെ എപ്സിലോൺ 0 ERMS² ഓർ ഹിയർ ഇറ്റ് ഈസ്
BRMS² divided by mu0. BRMS² by mu0 കാരണം 2B0² by 2 is nothing but the RMS value termsനും പറഞ്ഞു എന്നുള്ളൂ. Hope it is clear. We have discussed the equation energy density. മക്കളെ അടുത്ത ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യും. ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ കാണാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ എനർജി ഡെൻസിറ്റി, ഈ കണ്ട എനർജി ഡെൻസിറ്റി ഇല്ലേ, അതിനെ സ്പീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനർജി ഡെൻസിറ്റി സ്പീഡ് ഇസ് നത്തിങ് ബട്ട് ഇൻറ്റൻസിറ്റി വരും. അവിടെ ആവശ്യമുള്ളതാണ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക്. ഓക്കെ, ലിസൺ. And next I am switching over to the property. It's intensity. What is intensity? From the definition itself, intensity is the energy propagated through unit area per time. Energy per area per time നെ വിളിക്കുന്ന പേരാണ് intensity. Energy per area per time. What is energy per time? Rate of doing work, rate of spending energy is nothing but the power divided by area. Energy per time power താഴത്തെ ഏരിയ ഉണ്ട്. Okay, this is the equation for the intensity. അപ്പോൾ യൂണിറ്റ് എന്താ? പവറിൻ്റെ യൂണിറ്റ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ. വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്നൊക്കെ അതേക്ക് ഒന്ന് ഓർത്ത് വെക്കാം. ലിസൺ, this is the Indian equation for the intensity. And I already told you intensity dimensionally നമുക്ക് പറയാം ആവറേജ് എനർജി ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി ആണ്. ലേറ്റർ ഓൺ നമ്മൾ മറ്റൊരു ടോപ്പിക് കൂടെ പറയുന്ന സമയത്ത് ഇതിൻ്റെ റെലവൻസ് മനസ്സിലാക്കുക. ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു ആവറേജ് എനർജി ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി. അത് വന്ന സ്ഥിതിക്ക് നമുക്ക് അതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് ഒന്ന് എഴുതി കാണിക്കാം. ഇൻറ്റൻസിറ്റി I is equal to ആവറേജ് എനർജി ഡെൻസിറ്റി ഇപ്പോൾ കണ്ടെത്തി വെച്ചുള്ളല്ലോ, ഹാഫ് എപ്സിലോൺ 0 E0 squared into C, or you can say that intensity is equal to half B0 squared by mu0 into C, where C is the velocity of light. You can use this equation. ഇനിയും നമുക്ക് കാര്യങ്ങൾ പറയാനുണ്ട്, ഇൻറ്റൻസിറ്റിക്ക് ഇനിയും ഇക്വേഷൻസ് വരാനുണ്ട്. തൊട്ടടുത്ത സ്ലൈഡുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മറ്റൊരു പുതിയ ക്വാണ്ടിറ്റിയാണ്, NCERT ഇല്ലാത്തൊരു ക്വാണ്ടിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എൻട്രൻസ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പറയുന്ന സമയത്ത് ഇൻറ്റൻസിറ്റി ഇനിയും ഇക്വേഷൻസ് വരും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇൻറ്റൻസിറ്റിയുടെ ബേസിക് ഡെഫിനിഷൻ പറഞ്ഞു. എന്താ ബേസിക് ഡെഫിനിഷൻ? ഇറ്റ് ഇസ് ഡിഫൈൻ ആസ് ദി എനർജി പ്രൊപ്പഗേറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ ടൈം. ഫോർ യു ക്യാൻ റൈറ്റ് എനർജി പെർ ഏരിയ പെർ ടൈം. വാട്ട് ഇസ് എനർജി പെർ ടൈം? പവർ ബൈ ഏരിയ. ആ റിലേഷനെ കുറിച്ച് പറയുമ്പോൾ നോക്കടാ, ഇതിൽ ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു പവർ ബൈ ഏരിയ. ഇത് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യനിൽ ഒന്ന് നോക്കണേ. ഒരു പോയിൻറ്റ് സോഴ്സ് ലൈറ്റാണ്. ഓക്കെ, ലൈറ്റാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ബൾബ് പോലെ. ഫോർ എക്സാമ്പിൾ ഒരു വളരെ ചെറിയ ലൈറ്റാണ്, അതിൻ്റെ പവർ തന്നിട്ടുണ്ട് 5 വാട്ട്, 5 വാട്ട്സ്. ലിസൺ, അവർ ചോദിക്കുകയാണ് ഇതിൽ നിന്ന് ഒരു 2 മീറ്റർ അപ്പുറത്ത്. Okay, what is the intensity here? What is the intensity here? What is the intensity of light wave at a distance 2 meter from this 5 watt bulb? 5 വാട്ട് ബൾബിൻ്റെ 2 മീറ്റർ ദൂരത്തുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര? ചിലപ്പോൾ അവർ ഇതിൻ്റെ എഫിഷ്യൻസിയും തരും കേട്ടോ. അപ്പോൾ നമ്മൾ 5 വാട്ടിന് ലിസൺ അതിൻ്റെ 50% എഫിഷ്യൻസി ഉള്ള വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 5 വാട്ട് ഉണ്ടെങ്കിലും റേറ്റിംഗ് 5 വാട്ടാണെങ്കിലും 50% എഫിഷ്യൻ്റ് ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ 2.5 വാട്ട് എടുത്താൽ സോൾവ് ചെയ്യേണ്ടത്. എനിവേ ദേ ഹാവ് പ്രൊവൈഡഡ് ദ പവർ. അവർ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് പവർ തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇതാ ഈ ഭാഗത്തേക്ക് മാത്രമല്ല ലൈറ്റ് പോകുന്നത്, എല്ലാ സൈഡിലും ലൈറ്റ് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ള സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ കൊടുത്താൽ മതി. സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ 4πr². ആ ഇക്വേഷൻ നോക്കണേ. ദെർഫോർ ഹിയർ ഐ എം റൈറ്റിംഗ് ഇറ്റ് ആസ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു പവർ ഡിവൈഡ് ബൈ 4πr². ലൈറ്റാണ്, പോയിൻറ്റ് സോഴ്സ് ആണ്, എല്ലാ ഭാഗത്തേക്കും ലൈറ്റ് ഒരുപോലെ കൊടുക്കുമ്പോൾ ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു P/4πr². ഇവർ ഇൻറ്റൻസിറ്റി മാത്രമല്ല ചോദിക്കുക, ഇവർ ചോദിക്കും ഈ 2 മീറ്റർ ദൂരത്ത് എത്ര ഇലക്ട്രിക് ഫീൽഡ്, എത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ്. മക്കളെ ഒരു പേടിയും വേണ്ട, ഓൾറെഡി നമ്മൾ എഴുതിയ ഇക്വേഷൻ ഉണ്ട്. കണ്ടോ? ഈ ഇക്വേഷൻ നേരെ കടെടുത്ത് ഇപ്പുറത്തോട്ട് മാറ്റിയെടുത്ത് ഇവിടെ തൊട്ട് മാറ്റിയെടുത്താണ്. ലിസൺ, ഇൻറ്റൻസിറ്റി ഇക്വേഷൻ അവിടെ നോക്കിയെടുത്താണ്. പവർ ഡിവൈഡഡ് ബൈ 4πr² ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? ഹാഫ് എപ്സിലോൺ 0 E0 സ്ക്വയർ ഇൻറ്റു C. 5 വാട്ട് ബൾബ്, 2 മീറ്റർ ദൂരം. ലിസൺ, സിയും അറിയാം, എപ്സിലോൺ 0 ഒക്കെ അറിയാം, ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റ്. യു ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് ദിസ് ഇലക്ട്രിക് ഫീൽഡ്. മാക്സിമം വാല്യൂ ആംപ്ലിറ്റ്യൂഡ് കാണാം. ആംപ്ലിറ്റ്യൂഡ് ബൈ റൂട്ട് കൊടുത്താൽ ഈ RMSഉം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്താ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഈ ഭാഗം അതുപോലെ നിർത്തി ഈ ഇക്വേഷന് പകരം എന്ത് കൊടുക്കും നമ്മൾ? 1/2 ഇൻറ്റു B0² ബൈ mu0 കൊടുത്തു കഴിഞ്ഞാൽ ലിസൺ 5 വാട്ട് ബൾബിൻ്റെ ദൂരത്തുള്ള 2 മീറ്റർ ദൂരത്തുള്ള ഇലക്ട്രിക് ഫീൽഡും കാൽക്കുലേറ്റ് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കാം. ഇതുപോലെ ഈ ടവർ ഉണ്ടല്ലോ മക്കളെ, ബൾബിൻ്റെ കേസാണ് പറയുന്നത്. ബൾബ് ഫുള്ള് നമ്മുടെ ഫുൾ സ്ഫിയർ വരും.
എന്നാൽ ഒരു സർഫസിൽ എർത്തിൻ്റെ സർഫസിൽ ഒരു ടവറുണ്ട്. ഈ ടവറിൻ്റെ പവർ തരും 5 കിലോമീറ്റർ ദൂരത്തുള്ള ഇൻറ്റൻസിറ്റി എത്രയോ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മുഴുവൻ ഭാഗത്തു കൂടിയും ഈ വേവ് പോകുന്നില്ല, ഒരു അപ്പർ ഒരു ഹെമിസ്ഫിയർ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആ ഹെമിസ്ഫിയറിൻ്റെ ഏരിയ ഇട്ട് കൊടുത്താൽ മതി. ബൾബാവുമ്പോൾ എത്ര വേണം, ഫുൾ സ്ഫിയർ വരും. ദാറ്റ് ഈസ് 4 pi r² വിൽ ബി ദ ഏരിയ. ബട്ട് ഫോർ ദ ടവറൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് അപ്പർ ഹെമിസ്ഫിയർ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ നോ, ദാറ്റ് വിൽ ബി 2 pi r². ഓക്കെ, ഇൻറ്റൻസിറ്റി ഇൻ ദാറ്റ് കേസ് ഈസ് ഈക്വൽ ടു പവർ ഡിവൈഡ് ബൈ 2 pi r². അത് വെച്ച് നമുക്ക് ഇലക്ട്രിക് ഫീൽഡും കാൽക്കുലേറ്റ് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ നോ, listen, and this is the points we discussed about the intensity. I already told you intensity is equal to തൊട്ടമുന്നത്തെ പോയിന്റ് ആവറേജ് എനർജി ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി ഓഫ് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന RMS വാല്യൂ വെച്ചിട്ടല്ല, ആംപ്ലിറ്റ്യൂഡ് വെച്ചുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഒക്കെ പറഞ്ഞിരിക്കുന്നത്. E0 പറഞ്ഞു, അതേപോലെ എന്താ B0 ഒക്കെ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഐ എം മൂവിങ് ഇൻ ടു ദ അനദർ ടോപ്പിക്, ദാറ്റ് ഈസ് പോയിൻറ്റിംഗ് വെക്ടർ. ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് കേട്ടോ, പോയിൻറ്റിങ്. നോട്ട് ഇൻക്ലൂഡ് ഇൻ യുവർ NCERT ടെക്സ്റ്റ് ബുക്ക്, ബട്ട് എൻട്രൻസ് പോയിന്റിൽ കോൺസെപ്റ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥയാണ് പോയിൻറ്റിംഗ് വെക്ടർ. ഇറ്റ്സ് സിമ്പിൾ ഈസ് ക്യാപിറ്റൽ എസ്. പോയിൻറ്റിംഗ് വെക്ടർ സംവാട്ട് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ സം റിലേഷൻ. ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് എനർജി. നേരത്തെ ഇൻറ്റൻസിറ്റി ഒക്കെ പറഞ്ഞപ്പോൾ തന്നെ ഇറ്റ് ഗിവ്സ് യു ദി റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഫ്ലോ ഓഫ് എനർജി ത്രൂ യൂണിറ്റ് ഏരിയയിലൂടെ ഒരു സെക്കൻഡിൽ എത്ര എനർജി പോകുന്നു എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഇസ് പോയിൻറ്റിംഗ് വെക്ടർ. ഇസ് പോയിൻറ്റിംഗ് വെക്ടറിന് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയുമ്പോൾ നമ്മൾ ഡെഫിനിഷൻ കേൾക്കണേ. പോയിൻറ്റിംഗ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് എനർജി ത്രൂ യൂണിറ്റ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ലിസൺ, ആ യൂണിറ്റ് ഏരിയ ഉണ്ട് ഇവിടെ. പോയിൻറ്റ് വെക്ടറിൻ്റെ ഇക്വേഷൻ നോക്കണേ. പോയിൻറ്റ് വെക്ടറിൻ്റെ മാത്തമാറ്റിക്കലി ഇക്വേഷൻ ഫോർ ദ പോയിൻറ്റിംഗ് വെക്ടർ വിൽ ബി ലൈക്ക് ദിസ്. Vector S stands for the pointing vector is equal to E means electric field vector cross product of H. H കേട്ടിട്ടുണ്ടല്ലോ, മാഗ്നറ്റിക് മാറ്ററിൽ എച്ച് ഉണ്ട് ബി ഉണ്ട് അല്ലേ. അത് എച്ച് മാഗ്നറ്റൈസിങ് ഫീൽഡാണ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലിസൺ, വെക്ടർ എസ് ഇസ് ഈക്വൽ ടു വെക്ടർ ഇ ക്രോസ് വെക്ടർ എച്ച്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ, നമുക്ക് കുറച്ചും കൂടി പരിചയമുള്ള ഫോമിലോട്ട് കൊണ്ടുവരാം കേട്ടോ. വെക്ടർ എസ് ഇസ് ഈക്വൽ ടു, നമുക്ക് ഇതായിരിക്കും കുറച്ചും കൂടി എളുപ്പമുണ്ട്, ഇത് പഠിച്ചാൽ മതി. ഇ ക്രോസ് ബി ബൈ മ്യൂ 0. യു നോ ദാറ്റ് വെക്ടർ എച്ച് ഇസ് ഈക്വൽ ടു വെക്ടർ ബി ബൈ മ്യൂ 0. നമ്മൾ ഇയും ബിയിനെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ ഫോർമാറ്റിലോട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം കേട്ടോ. ഓക്കെ, ലിസൺ, എസ് ഇസ് ഈക്വൽ ടു ഇ ക്രോസ് ബി ബൈ മ്യൂ 0. എന്താണ് ഇതിൻ്റെ റെലവൻസ്, എന്തിനാണ് ഞാനിപ്പോൾ ഈ പോയിൻറ്റിംഗ് വെക്ടറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിസൺ, നമുക്ക് ഈ 2 കാര്യങ്ങളാണ് ഈ പോയിൻറ്റിംഗ് വെക്ടർ തരാം. ഒന്ന്, ഈ ഒരു വേവിൻ്റെ എങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുള്ള ഡയറക്ഷൻ തരും. അതായത് ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്, പോയിൻറ്റ് വെക്ടർ ഡയറക്ഷനിലാണ്. പോയിൻറ്റ് വെക്ടർ ഡയറക്ഷൻ എന്താ, ഇ ക്രോസ് ബി. എന്താണ് ഇ ക്രോസ് ബി? ഇക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനാണ്. ലിസൺ, അത് ഇ ക്രോസ് ബി ആണ്, ബി ക്രോസ് ഇ അല്ല കേട്ടോ. ഇ ക്രോസ് ബിയും ബി ക്രോസ് ഇയും രണ്ടാണ്. ഡയറക്ഷൻ ഈസ് അലോങ് ഇ ക്രോസ് ബി. ഫസ്റ്റ് പോയിന്റ് എന്താ പോയിന്റ് വെക്ടർ തരാൻ ചോദിച്ചാൽ ഞാൻ പറയും ഗിവ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, ദ ഡയറക്ഷൻ വിച്ച് ദ എനർജി പ്രൊപ്പഗേറ്റ്. എങ്ങോട്ടാണ് എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ തരുന്ന ക്വാണ്ടിറ്റിയാണ് പോയിന്റിംഗ് വെക്ടർ. ഇനി ഇതിൻ്റെ ആവറേജ് എടുക്കുക. ഇതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ സ്ലൈഡിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ ആവറേജ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ ആവറേജ് എടുക്കുമ്പോൾ മക്കളെ എസിൻ്റെ ആവറേജ് എടുക്കാം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കേൾക്കണേ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ വരുന്നത് E0 sin kz മൈനസ് ഒമേഗ ടി. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ വരിക, B0 sin kz മൈനസ് ഒമേഗ ടി. ഓക്കെ, സ്ക്വയർ ടു ഡിവൈഡ് ബൈ മ്യൂ 0. ഓക്കെ, നോക്കൂ, നമ്മൾ ഇവിടെ പറഞ്ഞു ആവറേജ് എടുക്കണമെന്ന്. ഇപ്പുറത്തും ആവറേജ് എടുക്കണം, ഇപ്പുറത്തും ആവറേജ് എടുക്കുമ്പോൾ ഇസ് ഈക്വൽ ടു എസിൻ്റെ ആവറേജ് വാല്യൂ, പോയിൻറ്റ് വെക്ടറിൻ്റെ ആവറേജ് വാല്യൂ ആരാ അറിയോ? ലിസൺ, E0 ഉണ്ട്, B0 ഉണ്ട്, ഡിവൈഡഡ് ബൈ ലിസൺ മ്യൂ 0. ഓക്കെ, then one more term is that average of sin square. ഇതൊക്കെ കോൺസ്റ്റൻ്റാണ് പുറത്തെടുത്തത്. വാട്ട് ഇസ് ആവറേജ് ഓഫ് സൈൻ സ്ക്വയർ KZ? സൈൻ സ്ക്വയർ തീറ്റയുടെ ആവറേജ് എന്താ? 1/2 ആണ്. ദിസ് വിൽ ബി ദ ആവറേജ് വാല്യൂ. ഈ ആവറേജ് വാല്യൂ ഒന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഇതിപ്പോൾ എന്താണ് ഈ ആവറേജ് വാല്യൂൻ്റെ റെലവൻസ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളതൊന്ന് സെലക്ട് ചെയ്യുകയാണേ. ആരറിയോ? E0 ഒന്ന് B0 മാഗ്നറ്റിക്കിൻ്റെ ടേംസിൽ മാറ്റിയേ. അപ്പോൾ എന്താ വരിക എന്ന് കണ്ടോളൂ കേട്ടോ. ലിസൺ, ഇസ് ഈക്വൽ ടു E0ക്ക് പകരം C വന്നു ഇൻറ്റു C ഇൻറ്റു B0 അല്ലേടാ. E0 is equal to
സി ബി സീറോ എന്നാണ് അല്ലേ. സി ഇൻറ്റു ബി സീറോ ഇൻറ്റു ബി സീറോ എന്ത് വന്നു മക്കളെ, ബി സീറോ സ്ക്വയർ. താഴത്തെ ആരുണ്ട്, 2μ0. ഇയാളൊക്കെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, 1/2 B0 square by mu0, average energy density. Average energy density into C is nothing but the intensity. അപ്പോൾ ഇവിടുത്തെ റെലവൻറ്റ് പോയിന്റ് നോക്കൂ. എന്തൊക്കെയാ പോയിന്റ് വെക്ടർ എന്ത് തരും, ചോദിച്ചാൽ ഇറ്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ അലോങ് E cross B, E cross H, E cross B എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ലിസൺ, ദ ആവറേജ് ഓഫ് പോയിന്റിംഗ് വെക്ടർ വിൽ ഗിവ് യു ദി ഇൻറ്റൻസിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻറ്റൻസിറ്റി എന്ന ടോപ്പിക്ക് പറയുമ്പോൾ പറഞ്ഞു ഞാനതിൽ ചില ഇക്വേഷൻസ് പറഞ്ഞുള്ളൂ. ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ അതിൻ്റെ ഒന്ന് ബാക്കിലോട്ട് പോവാണ് മക്കളെ. ഇൻറ്റൻസിറ്റി എനർജി ബൈ ഏരിയ പെർ ടൈം, പവർ ബൈ ഏരിയ. സാധാരണ കേസിൽ ഇൻറ്റൻസിറ്റി പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ കേസിൽ പറഞ്ഞു ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു ആവറേജ് എനർജി ഡെൻസിറ്റി വെലോസിറ്റി പറഞ്ഞു. അതിന് രണ്ട് ഇക്വേഷനാണ് പറഞ്ഞത്. മൂന്നാമത്തെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞു, ഏതാ പറഞ്ഞേ, ആവറേജ് വാല്യൂ ഓഫ് പോയിന്റിംഗ് വെക്ടർ വിൽ ഗിവ് യു ദ ഇൻറ്റൻസിറ്റി. നോക്കണേ, അപ്പോൾ നമ്മൾ പോയിന്റ് വെക്ടർ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാണ്. NCERT-ലില്ല, മക്കൾ ശ്രദ്ധിക്കണം ആ പോയിന്റ് കേട്ടോ. ലിസൺ, ഡെഫിനിഷൻ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ തരും, ഇറ്റ്സ് അലോങ് E cross B, ആൻഡ് സെക്കൻഡ് വൺ ഇറ്റ്സ് ആവറേജ് വാല്യൂ ഈസ് ഈക്വൽ ടു ദ ഇൻറ്റൻസിറ്റി. നോക്ക്, എനർജി പെർ സെക്കൻഡ് പെർ ഏരിയ, നത്തിങ് ബട്ട് ദ ഇൻറ്റൻസിറ്റി. ഇറ്റ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഇറ്റ് വിൽ ബി അലോങ് E cross B എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്ത് ഇറ്റ്സ് ആവറേജ് വാല്യൂ ഗിവ്സ് ദ ഇൻറ്റൻസിറ്റി. ഓക്കെ, ലിസൺ, നമ്മൾ വീണ്ടും ആ ഫസ്റ്റ് സ്ലൈഡിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ മക്കളെ. ഇതിൽ ലിസൺ, ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യണത് നോക്കണേ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യണത് Y ഡയറക്ഷനാണ്. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ കാണാൻ വേണ്ടി, വെക്ടർസ് കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞു നിങ്ങളോട് E cross B മാഗ്നിറ്റ്യൂഡ് വരുമ്പോൾ എന്ത് വരും മക്കളെ, mu0 വരുമെങ്കിലും നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഏതാ, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇവിടെ കിടക്കുന്നത് Y ആണ്. അപ്പോൾ ഞാൻ കൊടുത്തു J ക്രോസ്. ഓക്കെ, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്ന ഏത് ഡയറക്ഷനാണ്, Z. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് കൊടുത്തു, നമ്മൾ K കൊടുത്തു. വാട്ട് ഇസ് J ക്രോസ് K? നമുക്ക് ഇതാ ഈ സാധനങ്ങളൊക്കെ അറിയുന്നതാണല്ലോടാ. I ക്യാപ്, J ക്യാപ്, K ക്യാപ്. ഓക്കെ നോ, വാട്ട് ഇസ് J ക്രോസ് K? J ക്രോസ് K ഈസ് I ക്യാപ്. Therefore the wave is propagating along X direction. പോസിറ്റീവ് X ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പോസിറ്റീവ് X ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം. E cross B ഡയറക്ഷൻ ഏതാണെന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു കാര്യമൊക്കെ നമ്മളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് പോസിറ്റീവ് X ഡയറക്ഷൻ. അതുപോലെ നമുക്കിതാ NCERT-ലെ കണ്ടന്റ് നോക്കുകയാണേ. അപ്പോൾ അവിടെ നമ്മൾ SC ഈസ് അലോങ് ഏതാണ്, പോയിന്റ് വെക്ടർ ഈസ് അലോങ് E cross B ആണ്. ഈ ഏതാ ഡയറക്ഷൻ നോക്കുവാണ് കേട്ടോ. ഈ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് X എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. Therefore I am writing it as I ക്യാപ് ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനാണ്, Y ആണ്. Therefore I am writing it as J ക്യാപ്. ഓക്കെ, ലിസൺ, I ക്രോസ് J നമുക്കറിയാലോ, I ക്രോസ് J is equal to K ക്യാപ്. ഓക്കെ, therefore it's propagating along Z direction. Z ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലിസൺ, അപ്പോൾ ഈ കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞു പോയിന്റ് വെക്ടറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പോയിന്റ് വെക്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് തരിക. ഒന്ന്, അത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ തരും. രണ്ടാമത്തെ കാര്യം അത് തരുന്നത് നമുക്ക് അതിൻ്റെ ആവറേജ് വാല്യൂ ഓഫ് പോയിന്റ് വെക്ടർ വിൽ ഗിവ് യു ദി intensity. Okay, and next I am going to some simple properties. They require no medium for propagation. Electromagnetic waves medium propagate ചെയ്യാൻ വേണ്ട എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഹ്യൂജിൻ പറഞ്ഞിട്ട് ഈതർ പറഞ്ഞ മീഡിയം ഉണ്ട് എന്നൊക്കെ പറയേണ്ടി വന്നിരുന്നു എപ്പോൾ അത് ലോഞ്ചിൽ വേവ് എന്ന് പറഞ്ഞപ്പോൾ. ബട്ട് ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചത് ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞു. ഇലക്ട്രോമാഗ്നറ്റിക് ട്രാൻസ്വേഴ്സ് വേവ് ഡസ് നോട്ട് റിക്വയർ എനി മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ദേ വിൽ നോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. മറ്റൊരു ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ വേവ് വെച്ച് ബെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൽ ചാർജസ് അല്ല പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചാർജ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് ബെൻഡ് ചെയ്യിക്കാമായിരുന്നു. ഓക്കെ, ഇത് അവിടെ ലിസൺ, ചാർജസ് അല്ല പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവയെ ഡിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് നെക്സ്റ്റ് വൺ, വെൻ ഇറ്റ് മൂവ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ. പണ്ട് പഠിച്ചതാണ്, വെൻ ലൈറ്റ് മൂവ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ ദ ഫ്രീക്വൻസി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എവിടെയാണോ ചാർജ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണല്ലോ, അതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഓസിലേറ്റിംഗ് ചാർജ് ആണല്ലോ. ആ ചാർജ് സോഴ്സിൻ്റെ പാരാമീറ്ററായ, സോഴ്സിൻ്റെ സ്വഭാവമായ, സോഴ്സിൻ്റെ ഒരു യുണീക്ക് പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്.
ഓക്കെ, അത് അതിൽ എത്ര ഫ്രീക്വൻസിയിലാണോ ചാർജ് ഓസിലേറ്റ് ചെയ്യുന്നത്, ദാറ്റ് വിൽ ബി ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്. ഓക്കെ ലിസൺ, അതുകൊണ്ട് മീഡിയത്തിന് മാറുന്ന സമയത്ത് റിഫ്രാക്റ്റീവ്സ് മാറും, വേവ് ലെങ്ത് മാറും, വെലോസിറ്റി ഒക്കെ മാറും, ബട്ട് ലിസൺ ഫ്രീക്വൻസി റിമെയിൻസ് കോൺസ്റ്റന്റ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി, when electromagnetic waves undergo reflection from rarer to denser, കേട്ടിട്ടുണ്ട്, വേവ് ഒപ്റ്റിക്സ് കേട്ടിട്ടുണ്ട്, റയർ ഡെൻസിൽ വരുന്ന സമയത്ത് there will be a phase difference of 180 degree or pi radian. Okay, our corresponding path difference will be lambda by 2. And next one, there will be no phase difference on reflection from denser to rare. മക്കൾ ആ പോയിന്റിൽ ഞാൻ ജസ്റ്റ് വേവ് ഒപ്റ്റിക്സിൽ പഠിച്ച പോയിന്റിൽ ഒന്ന് ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. They can undergo interference, diffraction, polarization. We can use the superposition principle to these waves. Okay, electromagnetic waves എല്ലാവർക്കും സെയിം ആണ്. ഈ ഒരു കാര്യം അതൊരു മീഡിയത്തിലൂടെ പോകുന്ന സമയത്ത്, എയറിലൂടെ പോകുന്ന സമയത്ത് 3 × 10⁻⁸ m/s എല്ലാ ഫ്രീക്വൻസിക്കും, എല്ലാ വേവ് ലെങ്ത്തിനും ഒരു മീഡിയത്തിലൂടെ പോകുന്ന സമയത്ത് എല്ലാവർക്കും ഒരേ എന്തായിരിക്കും മക്കളെ, ഫ്രീക്വൻസി, എല്ലാവർക്കും ഒരേ സ്പീഡായിരിക്കും. ദാറ്റ് ഇസ് 3 × 10⁻⁸ m/s ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കാം കേട്ടോ. ആൻഡ് ലാസ്റ്റ് what is property, this momentum transfer in radiation pressure. ഈ ലൈറ്റ് വേവ് പാർട്ടിക്കിൾ നേച്ചറൊക്കെ അതിലോട് വരുന്നതാണ്. ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ മൊമെൻറ്റം ടു ദ സർഫസിന് മൊമെൻറ്റം കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ എക്സർട്ട് പ്രഷർ, റേഡിയേഷൻ പ്രഷർ കൊടുക്കാം. സോ ദാറ്റ് വേവ് ഒന്ന് തട്ടിയിട്ട് ആ പ്രഷർ കാരണം ഒരു ഫോഴ്സ് വരും, ദ ഒബ്ജക്റ്റ് മീ മൂവ് ബാക്ക്വേർഡ്. സാധാരണ വേവ്സിൻ്റെ കേസിലൊക്കെ ഫോഴ്സ് വളരെ ചെറുതാണ്, ദാറ്റ് ഇസ് നോട്ട് ഇനഫ് ടു മൂവ് ദിസ് തിങ്, ബട്ട് എനിവേ സം മൊമെൻറ്റം ഈസ് ട്രാൻസ്ഫറിങ്, സം പ്രഷർ വിൽ ബി ദർ, സം ഫോഴ്സ് വിൽ ബി ദർ ഓൺ ഇൻസിഡൻറ്റിങ് ഓഫ് വേവ് ഓൺ എ സർഫസ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് മക്കളെ. മൊമെൻറ്റത്തിൻ്റെ ഈക്വേഷൻ ഞാൻ വളരെ പെട്ടെന്ന് ഈക്വേഷൻസ് ഒന്ന് പറയുകയാണേ. Listen, momentum transferred when the light incident on a perfectly absorbing surface ആവുമ്പോൾ അതിൻ്റെ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ വരുന്നത് it is the energy divided by the velocity, u/c. Okay, so this equation is given in your Einstein textbook. For a perfectly absorbing surface, when light incidents, the momentum transfer is equal to u/c. When it's incident on a perfectly reflecting surface, നോക്കൂ, അങ്ങോട്ടുള്ള u/c, തിരിച്ചു വരുന്ന മൊമെൻറ്റം u/c. അപ്പോൾ ചേഞ്ച് എത്ര ഇടാം, u/c minus u/c, that will be equal to 2u/c. Okay, ആൻഡ് കറസ്പോണ്ടിങ് റേഡിയേഷൻ പ്രഷർ നമുക്ക് NCERT ഇക്വേഷൻ തന്നില്ല, പക്ഷേ ഒരു കുറച്ച് വാല്യൂസ് ഒരു പ്രോബ്ലം ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ എഴുതാൻ വേണ്ടി പോവാണ്. ലിസൺ, ഫോർ എ പെർഫെക്റ്റ്ലി അബ്സോർബിംഗ് സർഫസ് ദ റേഡിയേഷൻ പ്രഷർ ഈസ് ഈക്വൽ ടു I/c. What is I? Intensity. And for a perfectly reflecting surface and a double വരും, that is equal to 2I/c. These are the equations. For a perfectly absorbing surface, the momentum is u/c, and for perfectly reflecting surface, 2u/c. Perfectly reflecting അവർ പറയും മിറർ എന്നൊക്കെ പറയുള്ളൂ. For perfectly absorbing surface അങ്ങനെ പേരായിട്ട് പറയില്ല, അങ്ങനെ ബ്ലാക്ക് സർഫസ് എന്നൊക്കെ പറയുള്ളൂ കേട്ടോ. Listen, corresponding radiation pressure will be I/c for perfectly absorbing and 2I/c for a perfectly reflecting surface. മക്കളെ പ്രഷർ കിട്ടി, എങ്ങനെയാണ് കറസ്പോണ്ടിങ് ഫോഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ജസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് ഏരിയ. ഓക്കെ, ഏരിയയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ I/c നേരത്തെയും കണ്ടതാ, ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു സി, അവിടെ എഴുതാലോ, I is equal to average energy density into C. ഓക്കെ, വാട്ട് ഇസ് I/c? ആവറേജ് എനർജി ഡെൻസിറ്റി ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ലിസൺ, ഈ ആവറേജ് എനർജി ഡെൻസിറ്റി ആണ് എന്ത് ഇക്വേഷൻ വരുന്നത് അറിയോ? നമ്മുടെ റേഡിയേഷൻ പ്രഷർ ഈസ് ഈക്വൽ ടു ആവറേജ് എനർജി ഡെൻസിറ്റി. I/c or 2I/c, കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ആൻഡ് this is the force related to the radiation pressure is equal to the radiation pressure into area. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ധാരാളം പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ഔട്ട് ചെയ്തു, ഓൾമോസ്റ്റ് കംസ് അറൗണ്ട് 14 പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തെക്കുറിച്ചാണ്. ലിസൺ, ദർഫോർ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് നമ്മളൊന്ന് അവസാനിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കുക, ടെക്സ്റ്റിൻ്റെ പുറകിലെ പ്രോബ്ലംസ് മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക. ഇന്ന് ഒരു ഹോംവർക്ക് തരുവാണേ. ഹോംവർക്ക് ഈസ് 8.2. ആ ടെക്സ്റ്റിൻ്റെ പുറകിലെ സോൾവ് ചെയ്യാത്ത അൺസോൾവ്ഡ് ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് മക്കൾക്ക് ചെയ്യാൻ വേണ്ടി തരുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് കാണാനും അതുപോലെ കപ്പാസിറ്ററിൻ്റെ ഉള്ളിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 2 ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ടെക്സ്റ്റിൻ്റെ പുറകിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു.